അയ്യയ്യേ, നാണക്കേട്, നാണക്കേടിൽ മാനക്കേട്. മശായഖന്മാരെ നിയന്ത്രിക്കാണ്, കൽബ് ശുദ്ധിയാക്കലാണ് മശായഖന്മാരെ പണി. കുരുവട്ടൂർ ആശ്രമത്തിൽ മൊത്തം വരുന്ന ആളുകളെ തസ്കിയത്ത് ചെയ്ത് സംശുദ്ധീകരിച്ച് അവരുടെ അടുത്തുനിന്ന് ഒരു തെറ്റും വരൂല. അവരെ കാക്കാൻ ഒരു ഷെയ്ഖ് കൂടെയുണ്ട്. ഷെയ്ഖിന് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് വിവരം ലഭിക്കുകയാണ്. നിങ്ങളെ കിതാബിലും ഖുർആനിലും ഹദീസിലുള്ളതൊന്നും അല്ല തെളിവ്. തെളിവ് ഷെയ്ഖിന് അള്ളാഹു നേരിട്ട് ഇങ്ങോട്ട് ഇറക്കി കൊടുക്കുന്നത്. അത് മുരീദന്മാർക്ക് കൊടുക്കുക. ആ മുരീദന്മാരെ ഷെയ്ഖ് ഇങ്ങനെ തെർബിയത്ത് ചെയ്യുക. ഏത് തെർബിയത്ത്? മുറബിയായ തെർബിയത്ത്, മുറബിയായ ഷെയ്ഖാണെന്നാ. ഒരു തെറ്റിലേക്ക് പോകുക എന്നല്ല, തെറ്റ് എന്ന് ചിന്തിക്കാൻ പോലും മുരീദന്മാർക്ക് അവസരം കൊടുക്കാത്ത മുറബിയായ ഷെയ്ഖിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു യുവാവിന്റെ കഥയാണ് ഇപ്പൊ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഏറപ്പത്തരം എന്ന് പറഞ്ഞാൽ ഇതിൽ അപ്പുറം ഏതെങ്കിലും പോണോ? ഇതൊക്കെ അള്ളാഹുത്താല ഓരോരുത്തർക്ക് കൊടുക്കുന്ന പരീക്ഷണമാണ്. ഇനിയെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ട് ആലിമീങ്ങളെ ചീത്ത പറയലും ആലിമീങ്ങൾക്കെതിരെ കുതിര കയറലും ഒന്ന് നിർത്തണം. ഇത് ആലിമീങ്ങളെ ഇൽമ പഠിച്ച വലിയ പണ്ഡിതന്മാരല്ലേ, വലിയ വലിയ മുഖലിസീങ്ങളായ സ്വാലിഹീങ്ങളായ അക്താബുകളായ ആളുകൾ എഴുതിയ കിതാബുകൾ ഓതി പഠിച്ച് അത് പാവങ്ങളായ മുത്തഅല്ലിമീങ്ങൾക്ക് പഠിപ്പിച്ച് പറഞ്ഞു കൊടുക്കുന്ന പ്രാവർത്തികമാക്കുന്ന മുഖലിസീങ്ങളായ ആലിമീങ്ങൾ സാദാത്തുക്കൾ, അവരെയൊക്കെ കുതിര കയറാൻ വേണ്ടി 24 മണിക്കൂറും സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ജീവൻ പണയം വെച്ചിട്ട്, അഭിമാനം പണയം വെച്ചിട്ട് തൻ്റെ ഷെയ്ഖിന് വേണ്ടി എന്ത് പേക്കൂത്തും ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന ആ ഒരു പ്രതിജ്ഞ കയ്യിലെടുത്തുകൊണ്ട് തോന്നിവാസങ്ങൾ പറഞ്ഞു വിട്ടാല്, ചെയ്തു വിട്ടാല്, ഇതൊക്കെ അല്ലാതെ പിന്നെ എന്താണ് കുരുത്തക്കേട് എന്ന് പറഞ്ഞാല്? അതുകൊണ്ട് എല്ലാവർക്കും ഇതിലൊക്കെ ഗുണപാടുണ്ട്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങുന്ന ആലിമീങ്ങളെ നിന്ദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല അവരെ വെറുതെ വിടൂല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇതൊക്കെ. മനസ്സിലായില്ലേ? ഇതൊക്കെ വലിയ ഗുണപാടുണ്ട്. സോഷ്യൽ മീഡിയയിൽ എനിക്ക് നെറ്റ് ഫ്രീ ആണ്, സമയം ഒരുപാടുണ്ട്, കുറഞ്ഞ സമയം എനിക്ക് ജോലിയുള്ളൂ, ബാക്കിയൊക്കെ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് കിട്ടണ എല്ലാ ചപ്പും ചവറും ഒന്നായിട്ട് കളവുകളും ഗീബത്ത് നമീമത്തുകളും മുഴുവനും എഴുതി വീഡിയോ ആക്കി കട്ട് ചെയ്ത് കബളിപ്പിച്ചുകൊണ്ട് ആളുകൾക്ക് അയച്ചു കൊടുക്കുമ്പം മനസ്സിലാക്കിയില്ല എനിക്ക് കുരുത്തക്കേട് തട്ടുമെന്ന്. അള്ളാഹു തആല ഹിദായത്ത് കൊടുക്കാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ അള്ളാഹു തആല എടുത്തു വെക്കും. അതൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു ഇവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ, അതാണിപ്പോ നമ്മളെ പ്രാർത്ഥന. ആരും ഇങ്ങനെ പെട്ടുപോകരുത്, ഇങ്ങനെ എല്ലാവരും പെട്ടുപോകണമെന്ന് ഞമ്മക്കാർക്കും ആഗ്രഹമില്ല. ആരും ഇങ്ങനെ പെട്ടുപോകരുത് എന്നാണ് നമ്മളെ ആഗ്രഹം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ ആലിമീങ്ങളെ ചീത്ത പറയുന്ന ആളുകൾക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്നാണ് നമുക്ക് ദുആ ചെയ്യാനുള്ളത്. ഇതൊക്കെ എല്ലാ കപടന്മാരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. ഇവരെ അവകാശവാദമാണ് അതിലപ്പുറം. അവകാശവാദം എന്താ? ഞങ്ങൾക്ക് തെറ്റുപറ്റൂല, ഞങ്ങളെ കാക്കാനൊരു ഷെയ്ഖുണ്ട്, അതാണ് അവകാശവാദം. ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ സംസാരത്തിലോ അല്ലെങ്കിൽ പേരൂർ ഉസ്താദിന്റെ സംസാരത്തിലോ ഒരക്ഷരപ്പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിപ്പാക്കിയിട്ട് സ്റ്റേജിന്മേൽ കൊണ്ടുവന്നിട്ടിട്ട് ജനങ്ങളെ മുമ്പിൽ ആലിമീങ്ങളെ പച്ചക്ക് തെറി പറഞ്ഞിട്ട് കണ്ടില്ലേ, ഇപ്പൊ അങ്ങനെ കുഴഞ്ഞ് നടക്കല്ലേ, ഇപ്പൊ ഇങ്ങനെ കൂടുതലും കുഴഞ്ഞ വാപ്പ എന്ന് പറഞ്ഞിട്ട് എ പി ഉസ്താദിനെ കളിയാക്കുന്ന ആളാണ് ഈ യുവാവ്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. തെറ്റുപറ്റിയില്ലേ, ഞങ്ങൾക്ക് തെറ്റുപറ്റൂല, ഞങ്ങളെ കാക്കാനൊരു ഷെയ്ഖുണ്ട്. ഈ കാക്കണ ഷെയ്ഖിന്റെ കോലെന്താ? കാക്കണ ഷെയ്ഖിന്റെ കോലെന്താ? ഷെയ്ഖിന്റെ പെണ്ണിന്റെ ഔറത്ത് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ പബ്ലിക്കിൽ കാണിച്ചു കൊടുക്കുക. അത് പബ്ലിക്കായിട്ട് ചാനലിൽ ഇട്ടിട്ട് കാണാത്തവർക്കും വീണ്ടും ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾക്ക് ചാനലിൽ ഇട്ടിട്ടും കാണിച്ചു കൊടുക്കുക. ഇത് വെറുതെ ഒരു ഫോണിലെടുത്ത വീഡിയോ ആണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അതൊക്കെ ലക്ഷക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ കാണുന്ന ചാനലിൽ ഇട്ടിട്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. എന്ത്? ഷെയ്ഖിന്റെ പെണ്ണിന്റെ ഔറത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എത്ര മോശപ്പെട്ട ഒരു ഏർപ്പാടാണ് അതൊക്കെ. ഒരു ഷെയ്ഖ് മുറബി തെർബിയത്ത് ത്വരീഖത്ത് എന്നൊക്കെ ഇബല് വിചാരിച്ചത് അതങ്ങനെ വൃത്തം കഴിച്ചിട്ട് അങ്ങാടി കൂടെ നടക്കലാണ് ഇത് എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനത്തെ ടീമാണ് ഇവര്. നിങ്ങൾ മനസ്സിലാക്കി നോക്കണം. കണ്ട അങ്ങാടി കൂടിയും അതുപോലെ തന്നെ പാർക്കിലും ബീച്ചിലും ഒക്കെ ഔറത്ത് മറക്കാതെ പെണ്ണുങ്ങളെയും കൂട്ടി ഇങ്ങനെ തെണ്ടി നടക്കുക. അതാണ് ഇപ്പൊ ഈ കാക്കണ ഷെയ്ഖിന്റെ പണി. ആ ഷെയ്ഖാണ് ഇപ്പൊ ഇവനെ കാക്കണത്. ഇവനെ കാത്ത കോലപ്പ നമുക്ക് മനസ്സിലായില്ലേ? ഈ കാക്കലാണ് എല്ലാ മുരീദന്മാർക്കും ആ വട്ടൂരിസം ബാധിച്ചവർക്കൊക്കെ കിട്ടാൻ പോണത്.